നമ്മൾ ചെറിയ തൂമ്പ വെച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് പതുക്കി ഇളക്കി എടുക്കേണ്ടി വരും, ഒടിഞ്ഞൊന്നും പോകാണ്ടേ. അപ്പോൾ ഈ വൈക്കോല് പോലെ ഈ കിടക്കുന്നതെല്ലാം നമ്മുടെ കൂവയുടെ തണ്ടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം തണ്ടുകൾ ഇവിടെ അതിൻ്റെ ചോട്ടി വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ തന്നെത്താനെ കൊഴിഞ്ഞും വീണിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അവിടെ പച്ചയായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ ഉണങ്ങി വീട്ടെന്ന് എഴുതി. ഇപ്പോൾ രാവിലെ ചെറിയ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഈ തണ്ടിനൊക്കെ ചെറിയ നനവ് കാണുന്നത്. ശരിക്കും ഇത് നല്ലോണം ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഭാഗത്ത് നട്ട് വെച്ചേക്കുന്ന ആരോ റൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം നമ്മുടെ നോർമൽ കൂവയായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ തണ്ട് നോക്കുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉണങ്ങി വീണതാണേ. അതുപോലെ ഇവിടെ നമ്മൾ കുറച്ചെണ്ണം ഉണങ്ങി നിന്നത് മുറിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇനി പാകമാകാനുള്ളതാണ് കേട്ടോ. അത് ഈ മാസം അവസാനം അടുത്ത മാസത്തേക്കൊക്കെ ആയിട്ട് നമുക്കത് വിളവെടുക്കാറാവും.